സുകന്യ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ അതെ. ദിവസം സുകന്യയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ബദലാണോ സോഹോ എന്ന്. അപ്പൊ സുകന്യ പറഞ്ഞു ഒരിക്കലും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഗൂഗിൾ അങ്ങ് നരേന്ദ്രമോദി നിരോധിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു. അപ്പൊ സുകന്യ എന്നോട് പറഞ്ഞു AP സേതു എന്ന് പറയുന്ന ഒരു വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു ടെക്നോളജി അല്ല, മേ ബി ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സംഭവം അതെ. നമ്മുടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. AP സേതു എന്ന് പറയുന്നത് അവതരിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതരിപ്പിച്ചു. ഓക്കെ, ഫൈൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് റിസോഴ്സ് ഗവേണൻസ് ത്രൂ യൂണിഫൈഡ് ടെക്നോളജി. അതാണ് AP സേതു എന്ന് പറയുന്നത്. ഇത് സർക്കാർ വകുപ്പുകൾ, സർവീസുകൾ, രേഖകൾ, പൗരന്മാരുടെ വിവരങ്ങൾ എല്ലാം ഒരു ഏകീകൃത AI പ്ലാറ്റ്ഫോമിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു സംവിധാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വ്യത്യസ്ത ആപ്പുകളോ ഓഫീസുകളോ ഓൺലൈൻ പോർട്ടലുകളോ വേറെ ഒരിടത്തും പോകേണ്ടതില്ല. ഇതെല്ലാം സേതു വഴി നടക്കും എന്നുള്ളതാണ് അതെ. നമുക്ക് മനസ്സിലാക്കാൻ എല്ലാം ഒരു ഘട്ടത്തിൽ ഈ AI ഉപയോഗിച്ച് പൗരന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പാസ്പോർട്ട് വേണമെങ്കിൽ പോലും സേതു നേരിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റേജ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് തരും നമുക്ക്. അത് വലിയൊരു തരും. വിപ്ലവാത്മകമായിട്ടുള്ളൊരു സംഭവമാണ് ഡാറ്റ അതെ. ഷെയറിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ഡാറ്റ ബ്രീച്ച്, ഒരു വലിയ കമ്പനി ഒരു 20 ലക്ഷം ഉപയോക്താക്കളുടെ ഡാറ്റ ബ്രീച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ സുകന്യ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ AP സേതു വരുന്നതോടുകൂടി ഡാറ്റ ഷെയറിംഗ് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നടക്കും. അത് നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ആരോഗ്യ മേഖല എന്നിവ എല്ലാം കൂട്ടിച്ചേർത്ത് വോയിസ് ചാറ്റ് ബോട്ടുകൾ വഴി സർക്കാർ സേവനങ്ങളിൽ എളുപ്പത്തിൽ ലഭ്യമാകും എന്നും പറയുന്നു. പക്ഷേ ഇത് ഒരു വിപ്ലവമാണ്. വിപ്ലവം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ പണി അതെ. പോകും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബ്യൂറോക്രാറ്റിക് പ്രക്രിയകളെല്ലാം തന്നെ കുറയും. ഓഫീസുകളിൽ കുറയും. നമുക്കിനി ഓടിക്കളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. സേവനങ്ങൾ വേഗത്തിലാകും. കൃത്രിമ ബുദ്ധി അഴിമതി കുറയ്ക്കും. ഇതാണ് ഇതിന്റെ ഉള്ളിലെ അതെ. ഏറ്റവും വലിയ രീതി എന്ന് പറയുന്നത്. വൺ ഇന്ത്യ വൺ പ്ലാറ്റ്ഫോം എന്ന ആശയം യാഥാർത്ഥ്യമാകും. സ്മാർട്ട് ഗവൺമെന്റ് എന്ന ആശയം വരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാത്തിലും ഉപരി എന്താണ് ഈ AP സേതു കൊണ്ട് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ രാജ്യം എത്ര കൊല്ലം മുന്നിലേക്ക് പോകും എന്നാണ് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യം എപ്പോഴും ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങൾക്ക് തുല്യമല്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ. നമ്മുടെ രാജ്യം അതുപോലെയൊക്കെ എത്തണമെങ്കിൽ 100 കൊല്ലം മുന്നിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ അമേരിക്ക നമ്മളെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UPI പോലെയുള്ള കാര്യങ്ങളിലെല്ലാം, അതെ. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം. അപ്പോൾ ഈ AP സേതു വരുമ്പോൾ ഈ ലോക രാജ്യങ്ങൾക്ക് അത് എത്രത്തോളം വലിയ മാതൃകയായിരിക്കും? നമ്മുടെ രാജ്യത്ത് എന്ത് തരത്തിലുള്ള വിപ്ലവമായിരിക്കും അത് സൃഷ്ടിക്കുക? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ നമ്മൾ ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ മറ്റു പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലുള്ള നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രം കൊടുത്ത് നമുക്ക് ഒരു അക്കൗണ്ട് ഈ പറഞ്ഞ രണ്ടാമത്തെ ആപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ സൈൻ ഇൻ വിത്ത് ഗൂഗിളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ഗൂഗിളിലുള്ള നമ്മളുടെ വിവരം ഈ പറയുന്ന തേർഡ് പാർട്ടി കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിന് എങ്ങനെ കിട്ടുന്നു? ഇതാണ് API APIയുടെ ഒരു എവിടെയാണ് APIയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇതിലാണ്. കാര്യം നമുക്ക് 2 കമ്പനികളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് API എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഓൾറെഡി നമുക്കൊരു വലിയ ബയോമെട്രിക് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആധാർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗേറ്റിൽ തന്നെ നമ്മൾ ID കാണിക്കണം, അവിടെ ചെക്ക് ചെയ്യാൻ ഒരാൾ ഇപ്പോൾ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ടിക്കറ്റും ID കാർഡും കാണിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുന്നത്. ഇപ്പം നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ഡിജി യാത്ര എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നമ്മൾ പോകുന്നു, അവിടെ പോയി നമ്മൾ മുഖം കാണിക്കുന്നു, നമ്മൾ ഗേറ്റിലേക്ക് കയറി പോകുന്നു. അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിലും നമുക്ക് വളരെ ഈസി ആയിട്ടുണ്ട് ഇപ്പം ഡിജി യാത്ര. ഈ ഡിജി യാത്ര എങ്ങനെ വന്നു? അത് ഈ പറയുന്ന പോലെ ആധാർ എനേബിൾഡ് ആയിട്ട് നമ്മുടെ ബയോമെട്രിക് ഡേറ്റ അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത്. ഇതാണ് സിമ്പിൾ അതിൻ്റെ ലോജിക്ക്. ഇപ്പോൾ ധനുഷേട്ടൻ ആദ്യം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇൻ കേസ് ഗൂഗിൾ പെട്ടെന്നൊരു ദിവസം നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ എന്ത് സംഭവിക്കാനാണ്? നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഗൂഗിളിൻ്റെ Gmail എന്ന് പറയുന്നത് നമ്മളുടെ ഇമെയിലാണ്. കാര്യം നമ്മൾ എല്ലാം കണക്ട് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ദൈനംദിന സേവനങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാവരും Gmail തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം Gmail നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്നും കയറാൻ പറ്റില്ല. മീൻസ് പാസ്വേഡും യൂസർ ID ഉണ്ടെങ്കിൽ കയറാം. പെട്ടെന്ന് ഒരു ദിവസം പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മുടെ അന്ന് വരെയുള്ള മെയിലുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ
ഇൻട്രൊഡക്ഷനിൽ ധനുഷേട്ടൻ പറഞ്ഞു വൺ ഇന്ത്യ വൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് അതിലേക്ക് വരുന്നത്. ഇതിന് നമ്മൾ ടെക്നിക്കൽ ടേംസ് പറയുമ്പോൾ സിംഗിൾ സൈൻ ഓൺ എന്നുള്ള രീതി വരും. അതായത് ഗൂഗിളിൻ്റെ എക്കോസിസ്റ്റത്തിൽ നമുക്ക് ഒരു ഐഡി കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഉപയോഗിക്കാം, ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ഉപയോഗിക്കാം, മൂവീസ് ഉപയോഗിക്കാം, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജിമെയിൽ ഉപയോഗിക്കാം, ഡോക്സ് ഉപയോഗിക്കാം, ഇങ്ങനെ നമുക്ക് പല പല സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഒറ്റ ഇമെയിൽ ഐ ഡി മതിയല്ലോ. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് നമുക്കൊരു ഐ ഡി തരികയാണെന്ന് വെച്ചോ. ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഡിജി ലോക്കർ നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എ പി ഐ ചെയ്തുകൊണ്ട് ഡിജി ലോക്കറിനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എ പി ഐ സേതുവിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം നാളെ ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരികയാണ്, ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം എ പി ഐ സേതു കമ്പാറ്റബിൾ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള അക്കൗണ്ടുകളെല്ലാം നമുക്ക് എ പി ഐ സേതുവിൻ്റെ നമ്മളുടെ ലോഗിനിലേക്ക്, അതായത് നമ്മളുടെ സൈൻ ഇൻ ഐ ഡിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചോളൂ. ഒറ്റ ദിവസം കൊണ്ട് 95% ഫേക്ക് പ്രൊഫൈലുകൾ ഇല്ലാതാവും. ഇതാണ് സിമ്പിൾ ഉം, ഉം, ടേംസിൽ ഉം. നമ്മൾക്ക് എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇമ്പാക്റ്റ്. അതായത് നമ്മുടെ രണ്ടാമതൊരു സോഷ്യൽ കാര്യം, മീഡിയ അക്കൗണ്ടുകളെല്ലാം നമുക്ക് എ പി സേതുവായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണോ പറഞ്ഞത്? അതെ, അങ്ങനെ എ പി എസ് ചെയ്തു നമ്മൾ ലിങ്ക് ചെയ്യണം എന്നല്ല, ഈ പറയുന്ന പോലെ ഈ ഉം, കമ്പനികൾ ഇതിനുള്ള വഴി ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉം, നിശ്ചിത ടൈം ഫ്രെയിം കൊടുക്കുന്നു എന്ന് വെച്ചോളൂ. ആ സമയം കൊണ്ട് ഇത് റോൾ ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പി എസ് ചെയ്തതിൽ എന്തായാലും നമ്മളുടെ ബയോമെട്രിക് ഡേറ്റ അടങ്ങിയ ആധാർ വെച്ചിട്ടാണ് നമ്മൾ ഡിജി ലോക്കർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് ഫേക്ക് ചെയ്ത് രണ്ടാമതൊരു അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലെ മൾട്ടിപ്പിൾ പ്രൊഫൈലുകൾ ഈ ഐ ഡിയിലേക്ക് കണക്ട് ചെയ്യാം. ഓൾറെഡി ഫേസ്ബുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. അതായത് നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ പ്രൊഫൈലുകൾ തുടങ്ങാൻ പറ്റും. ഒരിടത്ത് തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. ആ സ്വിച്ച് അക്കൗണ്ട് എന്ന് ഉം. പറയുന്ന ഓപ്ഷൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു അക്കൗണ്ടിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെ 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 അതെ. സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും എല്ലാം കണക്ട് ചെയ്യാം. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സിസ്റ്റത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ പറഞ്ഞതുപോലെ ആളാരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഇപ്പോൾ ഉള്ള സേവനങ്ങളൊന്നും തടസ്സം കൂടാതെ ചെയ്യാനും പറ്റും. ഇതിനോടൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാർ എന്തിനാണ് ഫേക്ക് പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തെറി വിളിക്കാനും അല്ലെങ്കിൽ അവരുടെ ആശയത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ ആഹ്, എന്താ പറയുക, അവർക്ക് ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മോണിറ്റർ അതെ. ചെയ്യാനോ സ്റ്റോക്ക് ചെയ്യാനോ ഒക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉം. വെച്ചിട്ട്. ഇതെല്ലാം മിറ്റിഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് യൂസ് കേസ് സിനാരിയോ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു യൂസ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി മറ്റൊരു കാര്യം, ധനുഷേട്ടൻ പറഞ്ഞ പോലെ അഴിമതി കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് ശരിക്കും ഉള്ളതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനുകളും അല്ലെങ്കിൽ ഓരോ അഴിമതിക്ക് സാധ്യതയുള്ള ഓരോ കാര്യങ്ങളും നോക്കിയിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിലോ, അങ്ങനെ എല്ലാ ദിവസവും ഓഡിറ്റ് നടക്കാത്തതുകൊണ്ടും അല്ലെ എല്ലാ ദിവസവും സ്റ്റോക്ക് പരിശോധിക്കാത്തതുകൊണ്ടും ഒക്കെ ആണല്ലോ ഈ അഴിമതി സംഭവിക്കുന്നത്. ബാലൻസുകൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണല്ലോ. ഈ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും ഇതിൻ്റെ ഫ്രോഡ് നടക്കാനുള്ള സാധ്യതകൾ എത്രയാണ്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഫൗൾ ഗെയിം നടക്കാനുള്ള സാധ്യതകൾ എത്രയാണ് എന്നൊരു മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും വൃത്തിയായിട്ട് എഐക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അവ്യക്തത കാണുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചേരായ്മ കാണുകയോ സംഭവിച്ചു കഴിഞ്ഞാൽ എ അപ്പം തന്നെ നോട്ടിഫൈ ചെയ്യേണ്ടവരെ നോട്ടിഫൈ ചെയ്യും. അത് വളരെയധികം ഇത്തരം എന്താ പറയുക, അഴിമതി തടയാനും അല്ലെങ്കിൽ ഹ്യൂമൻ എറേഴ്സ് തടയാനും ഒക്കെ സഹായിക്കും. ഇതാണ് ഉം. അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൻ്റെ സാധ്യതകൾ വളരെ അനന്തമാണ്. ഇതിനകത്ത് ചേട്ടൻ ചോദിച്ച പോലെ നമ്മുടെ രാജ്യത്തെ എത്ര വർഷം മുന്നിലേക്ക് കൊണ്ടുപോകും എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് എല്ലാ രാജ്യത്തിനും ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവർക്ക് അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് വ്യക്തമായിട്ട് അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. മാത്രമല്ല നമ്മൾ അഡാപ്റ്റബിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂണിയൻ മിനിസ്റ്റർ തന്നെ മുൻ യൂണിയൻ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു എന്താ പറയുക, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇന്ത്യയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വെണ്ടറുടെ അടുത്ത് നിന്ന് 7 രൂപ 50 പൈസയ്ക്ക് തക്കാളി വാങ്ങിയിട്ട് എങ്ങനെ പൈസ അടയ്ക്കും എന്ന് ചോദിച്ച് വർഷങ്ങൾക്കുള്ളിൽ അങ്ങനെ പൈസ അടയ്ക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറി. ഇന്ന് നമുക്ക് എവിടെ പോയാലും നമ്മൾ എത്ര പേര് ഇന്ന് എ ടി എമ്മിൽ കയറി കാശെടുത്ത് കയ്യിൽ വെച്ചിട്ട് കാശ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. ലോകത്ത് ഒരു രാജ്യത്തിനും പറ്റില്ല ഇത്രയധികം ട്രാൻസാക്ഷൻ. അതായത് അമേരിക്കയുടെ ഒരു വർഷത്തെ മുഴുവൻ ഡിജിറ്റൽ ട്രാൻസാക്ഷനും നമ്മൾ ഒരു ക്വാർട്ടറിൽ നടത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ പവർ ഇപ്പോൾ. ആ ഒരു രാജ്യത്തേക്ക് ഡിജിറ്റലി നമ്മൾ ഭയങ്കരമായിട്ട് സാക്ഷരരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഓൾറെഡി അതിനുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ സെറ്റാണ്. ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള, ലോകത്തൊരു രാജ്യത്തിനും പറ്റാത്ത രീതിയിൽ നമ്മൾക്കിത് അവതരിപ്പിക്കാനുള്ള കഴിവും സാങ്കേതിക വിദ്യകളും ഇത് ഉപയോഗിക്കാൻ ആളുകൾക്കുള്ള അറിവും നേടിയിട്ടുണ്ട്. ഇനി ഇത്തരം ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇത്തരം ഒരു വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് നമ്മുടെ രാജ്യം ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തിനകത്ത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വരാൻ പോകുന്നത്.
കാര്യം നല്ലതൊന്നും ഇവിടെ സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെയുണ്ട്. അവരിത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സ്വകാര്യതയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പല കമ്പനികളും എങ്ങനെയാണ് അവരുടെ സിസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. ഇപ്പം ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പാസ്വേഡ് കൊടുക്കുന്നു. പല കമ്പനികളും ഇത് സേവ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡായിട്ട് തന്നെയാണ്, എൻക്രിപ്റ്റ് ചെയ്യാതെയാണ് സേവ് ചെയ്ത് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാസ്വേഡ് തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കമ്പനിയുടെ വീഴ്ച കൊണ്ട് നമ്മളുടെ ഒരു പാസ്വേഡ്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാസ്വേഡ്, നമ്മളുടെ ഇമെയിൽ ID, നമ്മളുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടാറുണ്ട്, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അത്തരം പ്രൈവസി ബ്രീച്ചുകളിൽ കൂടിയാണ് വലിയ വലിയ ഹാക്കിംഗ് നടക്കുന്നത്. നമ്മളെയൊക്കെ അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ സ്കാമർമാരുടെ കോളുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഡേറ്റ അവർക്ക് എവിടുന്നോ കിട്ടിയിട്ടാണല്ലോ. നമ്മളതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മളെ എന്തുകൊണ്ട് ഇവർ വിളിക്കുന്നു? നമ്മളെ റാൻഡമായിട്ട് വിളിക്കുന്നതല്ല അവർ. അവർക്ക് എവിടുന്നോ അതുമായി നമ്മുടെ ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ആ ഡേറ്റയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അവർ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കും. അതെല്ലാം മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം അവർ നിറവേറ്റിയിട്ട് പൊക്കോളും. നമ്മളിതൊന്നും അറിയില്ല. അപ്പോൾ ഇത്തരം ഒരു കാര്യം രാജ്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ ഒരു പ്രോട്ടോക്കോളിലൂടെയാണ് നമ്മൾ ഇതിനകത്തേക്കെല്ലാം കടക്കുന്നത്. നമ്മൾ എല്ലായിടത്തും പോയി നമ്മളുടെ ഡേറ്റ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്ക് നമ്മൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോ ഇനി ഈ കൂടുതലായിട്ട് നമ്മൾ ആ, പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഈ ഒരു AP സേതു വരുമ്പോൾ നമ്മൾ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് പോകുമെന്ന് സുകന്യ പറയുമ്പോഴും ലോക രാജ്യങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് നമ്മൾ മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട് നമ്മളെപ്പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്? നമുക്ക് വലിയ പ്ലാറ്റ്ഫോമുകൾ ഇല്ല അല്ല, എന്നുള്ളൊരു കുറവ് നമ്മുടെ മാത്രമേ ഉള്ളൂ. രാജ്യത്തെ, നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളുടെയൊക്കെ വിശ്വാസവും വിചാരവും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം എല്ലാത്തിലും വെറും പുറകിലാണ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് ഇതിലെ ആണ് എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. ആക്ച്വലി ഇവിടത്തെ ഉള്ള ആൾക്കാരാണ് കൂടുതലും അമേരിക്കയിൽ H1B വിസയിൽ പോയി കോർപ്പറേറ്റ് ജോലികൾ ചെയ്യുന്നത്. അതേ ഒരു ബുദ്ധി നമ്മൾ നമ്മുടെ രാജ്യത്ത് അപ്ലൈ ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതെ, അതുകൊണ്ടായിരിക്കുമോ നമ്മുടെ രാജ്യം ഇപ്പോൾ വലിയ രീതിയിൽ വികസിക്കുന്നത്? അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ ഒരു ടെക് ഫീൽഡിലുണ്ടല്ലോ, IT ഫീൽഡിൽ അതെ, നമ്മുടെ രാജ്യം കൂടുതൽ കയറി പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ സർക്കാർ ഇതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ യുക്തിപരമായിട്ടും സർക്കാർ യൂസ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെയാണ് ഈ AP സേതുവിന്റെ ഒക്കെ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു നീക്കം ഭാവിയിലേക്ക് വരാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇത് ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ UPI പോലെ നമ്മുടെ ഒരു സംഭവം, ഒരു സംവിധാനവും അമേരിക്കയിൽ പോലുമില്ല. അവര് വളരെ അത്ഭുതത്തോടു ഇല്ല. കൂടിയാണ് ഇക്കാര്യങ്ങൾ നോക്കി കാണുന്നത്. അപ്പോ അതെ, ഇത് ഇങ്ങനെ വരുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് അഡ്രസ്സ് അതാ ചെയ്തിട്ട് ഞാൻ നമുക്ക് ആദ്യം പറഞ്ഞത്, അവർക്ക് പുച്ഛമാണ്. അവർക്ക് അത് ഇതിനെ പറ്റി ഒരു പുച്ഛമാണ്. പുച്ഛം ധാരണയില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മോദിജി വരുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ രാജ്യത്ത് നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരുന്നു. അന്നും IRCTCയുടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പകുതി സമയം ആ വെബ്സൈറ്റ് ഓപ്പൺ ആവത്തില്ലായിരുന്നു. ഉം, ഉം. അതിനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ജെന്നിലേക്ക് കൊണ്ടുവന്നത് മോദിജി വന്നതിന് ശേഷമാണ്. ഇപ്പം എത്ര ലക്ഷം പേര് ഒരേ സമയം അതിനകത്ത് കയറിയാലും IRCTC ഡൗൺ ആവുന്നില്ല. നമുക്ക് ബുക്കിങ്ങിന് അതെ. തടസ്സം വരുന്നില്ല, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. റീഫണ്ടുകളൊക്കെ പ്രോംപ്റ്റായി. ഇപ്പം പിന്നെ റെയിൽ മദത് പോലുള്ള ആപ്പുകൾ വന്നു. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ടെക്നോളജിയുടെ ശരിയായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇത് പറ്റാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനുള്ള ബേസിക് പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ പറയും നമ്മുടെ രാജ്യത്തിന് ഭീമമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളില്ല. നമ്മളൊരു ഗൂഗിൾ ഉണ്ടാക്കിയില്ല, നമ്മളൊരു മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയില്ല, നമ്മളൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കിയില്ല എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ സങ്കടം. ആ ആ ഒരു ബസ് നമ്മളുടെ രാജ്യത്ത് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നവർ മിസ്സാക്കി വിട്ടതാണ്. നമുക്ക് ഉണ്ടാക്കാൻ ഉം. പറ്റാഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. നമുക്ക് ഇന്നുള്ള എല്ലാ സാധ്യതകളും അന്നും ഉണ്ടായിരുന്നു. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ് അന്ന് ഭരിച്ചിരുന്നവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബസ്സുകളിലെല്ലാം കയറാതെ ആ ബസ്സുകളെല്ലാം നമ്മളെ വിട്ടിട്ട് പോയത്.
പക്ഷെ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ബസ് വരുന്ന സമയം നമ്മൾ നേരത്തെ അറിഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ ബസ്സിൽ കയറുന്നുണ്ട്. പല രാജ്യങ്ങളും ബസ് മിസ്സാക്കി പോകുന്നു. അതിൽ അമേരിക്കയാണ് ഏറ്റവും ഉം. പ്രധാനം. അമേരിക്കയ്ക്ക് പോലും പറ്റാത്ത യുപിഐയുടെ കാര്യം നമ്മൾ പറയുന്നു. യുപിഐ പോലും സിസ്റ്റം അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. കാര്യം അമേരിക്കയ്ക്ക് പറ്റാഞ്ഞിട്ടല്ല. അവിടെയുള്ള ബ്യൂറോക്രസി അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാർഡുകൾ, അതായത് അന്നുണ്ടായിരുന്ന പേയ്മെന്റ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, വിസയും മാസ്റ്റർ കാർഡും ഒക്കെയാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയിലെ ഒരു ബാങ്കാണ്. ഈ ഒരു ബാങ്ക് മറ്റൊരു പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ് വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആധിപത്യം തകരും, അവരുടെ ലാഭം പോകും എന്നുള്ളതുകൊണ്ട് അവർ കൃത്യമായിട്ട് ലോബിയിങ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പോലും ഇത് പറ്റാത്തത്. ഇന്ത്യയിൽ ആ ലോബിയിങ്ങിന് ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ഗവൺമെന്റ് ആ പഴുതുകൾ അടച്ചു. അവിടെ നമ്മൾ അഴിമതി ഉം. രഹിതം എന്ന് പറയുമ്പോൾ അഴിമതി രഹിതമാക്കുന്നതിനേക്കാൾ ഉപരി ലോബിയിങ് പോലും സാധ്യമാവാത്ത രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നത്. എത്ര ശക്തമാണ് ആ പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതധികം ആരും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? സാധാരണഗതിയിൽ ഈ മാറ്റങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ തടയുന്നവരുടെ തടസ്സങ്ങൾ പോലും നമുക്ക് ഇന്ന് തൃണവൽക്കരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ പോലും അവർക്ക് ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ സുശക്തമാവാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതാരും ചിന്തിക്കുന്നില്ല. ഈ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓക്കെ. ഒരു സാധ്യത അനന്തമാണ്. അനന്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയത്തില്ല. ഇവിടെ നമുക്ക് സ്കൈ പോലും ലിമിറ്റ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.